ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പറഞ്ഞാൽ നമ്മൾ സ്വന്തം മാഡ് ഔട്ടിൻ്റെ ആ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയ വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ഥലമായിട്ടോ ഞാൻ കാണിച്ചെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വീടിൻ്റെ അങ്ങനെ ഒന്ന് പോകണം. കാരണം പ്രത്യേകിച്ചൊന്നും കാട്ടാനൊന്നുമില്ല. പക്ഷെ അങ്ങോട്ട് ഒന്ന് പോകണം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കാറൊന്ന് വിളിക്കട്ടെ. ആ കാർ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. പിന്നെ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇടുക. അറിയാലോ, ബെൽ ബട്ടണും ഞെക്കുക. അപ്പോൾ എന്തായാലും ഞാൻ കാർ എടുത്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, കാറൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലങ്ങോട്ട് പോവാം. നമ്മുടെ ലോക്കൊന്നും ഇടുന്നില്ല കാറ്. വയ്യ ഗൈസ്, പോലീസുമാർ പ്രശ്നമൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കാറ് നമുക്കൊന്ന് ഓർഡർ ചെയ്യണം. സോ മസ്റ്റാങ് ഒക്കെ വാങ്ങണം. അപ്പോൾ അതിനായിട്ടുള്ള പൈസ റെഡി ആയിട്ടില്ല ഗൈസ്. കുറച്ചും കൂടി സേവിങ്സ് ചെയ്യണം. മറ്റേ മസ്റ്റാങ് വാങ്ങണമെങ്കിൽ ഡയമണ്ടാണ് വേണ്ടത്. അപ്പോൾ ആ ഡയമണ്ട് കിട്ടണമെങ്കിൽ നല്ല പണിയാണ് ഗൈസ്. എന്തായാലും ഞാനിപ്പോൾ തൽക്കാലം ഇവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം ടാക്സി ജോലി കിട്ടിയിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ടാക്സി ജോലി കിട്ടുന്നില്ല ഗൈസ്. എന്നാൽ എനിക്ക് ടാക്സി ജോലിയിൽ കയറായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല ഗൈസ്. എന്നാൽ പിന്നെ ഞാൻ അങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കിയാണ് ജോബൊക്കെ ചെയ്തിട്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല. അത് ഓൺലൈനായിട്ട് മാത്രമേ പറ്റുള്ളൂ. സോ ഞാൻ ഇപ്പോൾ ഓഫ്ലൈനായിട്ടാണ് കളിക്കുന്നത്. കാരണം വെച്ചാൽ ഓൺലൈനാണെങ്കിൽ ഒരുപാട് ആഡ് വരും. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്യാവശ്യം ലാഗ് ഉണ്ടാവും. അത് നെറ്റ് ഓൺ ചെയ്തിട്ട് പിന്നെ ഓഫാക്കിയാൽ പിന്നെ അങ്ങനെ തന്നെ ആവും. കാരണം ഇത് കിട്ടണമെങ്കിൽ നെറ്റ് ഓൺ ആക്കി ഇതൊന്ന് ഓഫാക്കണം. അപ്പോൾ ലാഗ് ഉണ്ടാവും അത്യാവശ്യം. അപ്പോൾ അത് സഹിച്ച് പിടിക്കുക. പിന്നെ ചാനൽ കുറച്ച് പേരെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാറുള്ളത്. വെറും 50 സബ്സ്ക്രൈബേഴ്സൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്താണ് നമ്മളൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാനൊക്കെ എന്തിനാണ് ഗൈസ് വെറുതെ ആ ചുവന്ന ബട്ടൺ അല്ല ഇപ്പോൾ വെള്ള ബട്ടണായിരുന്നു. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നെക്കി കൊടുത്താൽ മതി. നമ്മളെന്തായാലും സബ്സ്ക്രൈബ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ പ്ലീസ് ഒരൊറ്റ സബ്സ്ക്രൈബ് മതി. ഒരൊറ്റ നെക്കൽ നിങ്ങൾ ചെയ്യൂ പ്ലീസ് ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ആശുപത്രിക്ക് വന്നിട്ടുണ്ട്. എന്തിനാച്ചാൽ ഒന്നിനല്ല, എന്നാലും വെറുതെ ഓരോ ഇതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ നഗരം മൊത്തം ഒരു പ്രശ്നം ഉണ്ടാക്കി വിടാനാണ്. പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ അടുത്ത് തോക്കൊന്നും അധികമല്ല, ഒരു 4 തോക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ല നമ്മൾ. അയ്യോ, ബാക്ക് കൂടി വന്നു. അപ്പോൾ അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കണില്ല. നമ്മൾ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പോവുക. അപ്പോഴല്ലേ അതിൻ്റെ രസം ഉണ്ടാവും. കളിക്കൊക്കെ ഒരു ത്രില്ല് വേണമെന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിന് തുടങ്ങുക. നമ്മളെന്താ നമ്മുടെ കാറ് കയറിയിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം. അതാണ് അതിൻ്റെ ഒരു ഇത് എന്നുവെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ചില്ലൊക്കെ ജസ്റ്റ് പൊട്ടും. അത് കാണിച്ചു തരാം ഞാൻ. അങ്ങനെ നമുക്ക് SVD എടുക്കാം. കണ്ടാ എന്തോന്നെ നിർത്തുന്നൊക്കെ. പിന്നെ ഇങ്ങനെ തന്നെയാണെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. കണ്ടോ, അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെയൊക്കെ നിന്നിട്ട് വണ്ടി ഓടിക്കാനൊക്കെ വണ്ടി അടച്ചളങ്ങി. പിന്നെ ഈ വണ്ടിക്ക് അത്രയ്ക്ക് ഡാമേജ് വരില്ല ഗൈസ്. അതും ഇതിലൊരു പ്രശ്നമല്ല, ഒരു കാരണം ആണ്. നമുക്കിതിങ്ങനെ സ്ക്രോൾ ചെയ്യണം ഗൈസ്. നമുക്ക് ഇയാളങ്ങ് തട്ടിയാലോ. അയ്യോ 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 അയ്യോ. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഇതിൽ വെടി വെക്കണത് കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണാ കൊടുത്തു 2 സ്റ്റാർ ഗൈസ്. പോലീസിനും കിട്ടി. അതാണ് പ്രശ്നം. ഇവിടുന്ന് ഓടാ. ഇനി നമ്മൾ തോക്കില്ലാതെ ഓടാം. ലാഗ് ഉണ്ടാവും അത്യാവശ്യം നല്ല തരത്തിൽ ലാഗൊക്കെ ഉണ്ടാവും. റേസിങ്ങിൻ്റെയാണ് നമ്മൾ കാര്യമൊക്കെ. നമ്മളിവിടുന്ന് ഓടുക പരമോട്ടം. ഈ സ്റ്റാർ കുറച്ച് കഴിഞ്ഞാൽ കുറയുക ചെയ്യാതെ പ്രശ്നം. ഇങ്ങനെ കൂടി വരണേ എന്നാ വൈബ്. നമുക്കെന്തായാലും ആ സാധനത്തിൻ്റെ അങ്ങോട്ട് പോവാം. എന്താ കഴിഞ്ഞാൽ അവിടേക്ക് എത്തും അറിയില്ല. എന്തായാലും പോവാം. നമുക്ക് പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഈ ഒരു വണ്ടി ഓർഡർ ചെയ്യാം. ഇത് ഫ്രീ ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഓർഡർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഗെയിം കളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ഗെയിം കളിക്കണം. അവിടെ പോലീസ് നമ്മളെ വെടിയിക്കണേ. എങ്ങടൊക്കെ വെടിയിക്കണേ. നമ്മുടെ ചില്ല് പൊട്ടിനുണ്ടോ ഗൈസ്. പൊട്ടിത്താക്കുന്നത് പൊളിച്ചിട്ടാ. അതിൽ കയറാൻ പറ്റൂല. കയറി ആടിനിപ്പോൾ
ഇവിടെ എന്താ വലിയ പാർട്ടി നടക്കണമെന്നാണ്, ബലൂണൊക്കെ കെട്ടി വെച്ചണം. നമുക്കെന്തായാലും ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി. അതാണ് നമ്മുടെ മെയിൻ. പോലീസ് നമ്മുടെ വാതിൽ തുറന്നു. ഓടാ നമ്മുടെ വണ്ടിന് മുമ്പ് ഒത്ത വരുന്നു. റിവേഴ്സ് ഓടിക്കണം. ഇവിടെ കിടക്കണം. വണ്ടി വരുന്നു. എൻ്റെ വണ്ടി തുറക്കച്ച് വരില്ല. അവിടെ നമ്മുടെ വണ്ടിക്ക് ഓടിക്കണം കേട്ടോ. വണ്ടിക്ക് ഒരുപാട് ഡാമേജ് പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ കൊല്ലും. എന്താ ഞാൻ കാട്ടുന്നു? ഡ്രിഫ്റ്റാണ് കേസ്, മൊത്തം ഡ്രിഫ്റ്റാണ്. ഡ്രിഫ്റ്റ് ചെയ്ത് വേണം അടിക്കണം. അത് നമ്മുടെ ലക്ഷ്യം നടക്കുന്നില്ല. ഇടിച്ചു വാട കറങ്ങി വാടാ ഓടി ഓടാ ഓടോ നമുക്കും കൊള്ളുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹെൽത്ത് പോകുന്നുണ്ട്. ശരിയാ, 2 പോലീസല്ലേ, 2 തീർക്കാം. പിന്നാണ് ആകെ പോയെന്ന്. കിട്ടി ചത്തു. ഓടാ നല്ല കൊള്ളുണ്ട്. ഓടെ ഗായ്സ്, ഫ്രീ ഫയർ കളിക്കേണ്ട ആ ഒരവസ്ഥയായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും ഇപ്പോൾ ഫ്രീ ഫയർ കളിച്ചോടെയെന്ന്. ഗൈസ് പറ്റാത്തോണ്ടാ ഗൈസ്. ഇതിൽ പറ്റില്ല തൊള്ളേന്നൊക്കെ എന്തൊക്കെയായിരുന്നു. അല്ല വണ്ടി അടിച്ചു. ഓടെ നമ്മളിപ്പോൾ ചാവട്ടോ. നമുക്ക് നല്ല ഡാമേജ് പറ്റുന്നുണ്ട്. നമ്മളുടെ ഹെൽത്ത് ഇവിടെ ഈ മാപ്പിൻ്റെ അടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു പച്ച കളറിൽ ഇതാണ് നമ്മുടെ ഹെൽത്ത്. ഇങ്ങനെ വന്നിട്ടിരിക്കണം. അപ്പോഴാണ് അവനൊക്കെ ചാവുള്ളൂ. അത്തന്നെ ചത്തു. അവർക്കൊന്നും ഞമ്മക്ക് ഹെൽത്ത് കിട്ടും ഗൈസ്. അതൊരു ഇതിലാണ്. പോയാക്കെ അതാ വരുന്നു. ഇതോടാ നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ചില്ല് കട്ടീനോ. 3 പോലീസ് ഉണ്ടായിരുന്നു. 2 ഒന്നിനെ നമ്മൾ തീർത്തു. നമ്മുടെ ചില്ലൊക്കെ എന്ത് കളറൊക്കെ ഇവിടെ പോയിട്ട് ചില്ല് പൊട്ടിക്കോ. അതന്നെ ഇടിച്ചില്ല. പൊട്ടിക്കണേന്നു കുറേ പോലീസ് ആയിട്ട് ഗൈസ്. പക്ഷേ സ്റ്റാർ ആകെ 2 തന്നെ ഉള്ളൂ. ഒരു വണ്ടിയിലൊക്കെ എന്തോന്നാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സെറ്റിങ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഇതിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഇപ്പോൾ ഡ്രിഫ്റ്റ് അടിച്ച് ഞാൻ പൊരപ്പിക്കും. പക്ഷെ നമ്മുടെ ചില്ല് പോയി ഗൈസ്. ചില്ലിന്ന് ആയിക്കോടെ പൊട്ടിച്ചു. ബാക്കിൽ വണ്ടികൾ വരുന്നുണ്ട്. ഓനെ ഇടിച്ചിട്ട് ചാവണില്ല ഗൈസ്. ഓരോന്നേനും ഇടിച്ചാൽ നമ്മുടെ ബാക്കിൽ കൂടെ തന്നെ ഉണ്ട് പോലീസിൻ്റെ വണ്ടി. മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. ചത്തില്ല ഗൈസ്. കുറച്ചും കൂടി ഓനെ ഹെൽത്ത് ഓനപ്പം കൊന്ന് കുറച്ചും കൂടി ഗൈസ്. ഓനെ നമ്മൾ കറക്കി വിടുകയാണ്. അതാ പ്രശ്നം. അതാ പിടിച്ചേ നമ്മളെ. നിങ്ങൾക്ക് തലവേനിക്കുണ്ടോ എനിക്ക് ഡൗട്ടാണ്. കാരണം കുറേ നേരെ ഇതിൽ കറണ്ടും കൊണ്ട് ഇവിടുത്തെ. അതാണ് പ്രശ്നം. അപ്പം ചാർജ് അത്രയ്ക്കില്ല ഇതിൽ ഫോണിൽ. അത് തന്നെ എൻ്റെ പകുതി ഹെൽത്ത് പോയി. കുറേ നേരെ മെയിനാവുന്നു. ഇങ്ങോട്ട് വായിരുന്നു അങ്ങനെ കാണിച്ചു കേട്ടോ. പോലീസ് വണ്ടി നമ്മളെ കുറേ പിന്തുടരുന്നുണ്ട്. പക്ഷെ കിട്ടുന്നില്ല ഗൈസ്. നമ്മളെ കിട്ടുന്നില്ല. എടാ എന്തത് ഇപ്പം ചാവാത്ത്. ഇവനെ പേടിച്ചോക്കാം ഗൈസ്. കൈ വരുന്നോനെ. തോക്കൊണ്ട് നമ്മുടെ വണ്ടിക്ക് നല്ല ഡാമേജ് ഉണ്ട്. നമ്മുടെ ആ സ്പീഡൊക്കെ നോക്കണം. ആ ഭാഗത്ത് നോക്കി അറിയാൻ പറ്റും. വൈകുന്നേരം ഗൈസ് അറിയാൻ പറ്റും. അവിടെ ഒരു കാറിൻ്റെ ചിഹ്നമുണ്ട്. അതാണ് നമ്മുടെ സ്പീഡും. അവൻ്റെ പകുതി എടുത്ത് പോയി. നമ്മുടെ ഹെൽത്തും പോകുന്നുണ്ട് കേട്ടോ. വേറാരും പക്ഷേ നമുക്ക് അത്രയ്ക്കില്ല. ഹെൽത്തുണ്ട് അത്യാവശ്യം. 1 ചത്തു ഗൈസ്. മറ്റേ ഇത് കൂടിക്കൂടി വരികയാണേ. ഏതാ വണ്ടിയിൽ മുന്നിന് ഇവിടുത്തെ പോലീസ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരിടത്ത് ഞാൻ പോയി. പക്ഷെ അവരിൻ്റെ പിന്നാലുണ്ട്. എന്നാൽ പ്രശ്നം ഗൈസ്. ഈ സ്റ്റെപ്പ് വാടാ എൻ്റെ വണ്ടി കയറില്ല എനിക്കറിയാം. ഏതാ അത്? അല്ല പെട്ട് അല്ല എടത്തെന്താ നമ്മള് അതാ ഗൈസ്. ഓ മൈ ഗോഡ്,
നമ്മൾ വേറെ സ്ഥലത്ത് റീസ്പോൺ ആശുപത്രിന് മുമ്പിൽ നമ്മൾ റീസ്പോൺ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വണ്ടി വിളിക്കട്ടെ ഞാൻ. അപ്പോൾ നമ്മളെ വണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ട്. ചേട്ടാ മറ്റും നമ്മളെ കൊന്ന് ഗൈസ്, അല്ല കൊന്നത് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, പക്ഷെ ഞാനറിയാതെ അവനിറക്കിയിട്ട് നമ്മളെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇനിയും പ്രശ്നം ഉണ്ടാക്കണം, ആൾക്കാരെ കൊല്ലണം. പോക ഞാൻ പാക്ക തിന്നിയും വണ്ടി എടുത്തിട്ട് പാക. നൈസ് ചത്തില്ലേ? ഓനും തല്ലാൻ പിന്നുന്ന പാടങ്ങട് പോയി പഠിക്കുന്നൊക്കെ നമ്മൾ വലിയ വിളച്ചിലൊക്കെ എടുക്കും, പക്ഷെ നമ്മൾ പഠിക്കില്ല. ഓക്കെ പോലീസ് വരില്ലേ? ഓ പോലീസ് അയ്യോ എനിക്ക് മനസ്സിലായില്ല ഗൈസ്, എനിക്ക് കൺട്രോൾ ശരിയാവണില്ല. അതാണ്. പക്ഷെ ഞാൻ കാണുമ്പോൾ നിങ്ങൾ നല്ല ഓട്ടനോട് തോന്നാടെ മാറി ഒമ്പം പോലും പോകുമ്പോൾ അതിൻ്റെയൊക്കെ പൊന്നൂറ് പോലീസ് വണ്ടി നമ്മുടെ പുറകുണ്ട് പിന്തുടരാണ്. മറ്റേ റോപ്പീറോ പറഞ്ഞ ഗെയിം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചിരുന്നു. അപ്പോൾ അതിന് ഇത്ര ലൈക്കൊന്നുമില്ല. പിന്നെ ഗ്രാനി കളിച്ചിരുന്നു, ഗ്രാനി 3. അപ്പോൾ അതൊന്നും ആരും ലൈക്ക് തന്നില്ല. കുറേ 4-3 വ്യൂവേഴ്സൊക്കെ ഉള്ള ഗൈസ്. എന്താ ഗൈസ് ഒന്ന് കണ്ടോടെ ഞങ്ങൾക്ക് അതൊക്കെ. അപ്പോൾ കാണണ്ട, ഒരു ലൈക്കെങ്കിലും അടിച്ച് പോയിക്കോടെ പ്ലീസ് ഗൈസ്. ഓ അതൊക്കെ വേഗം ചാവണമെന്നല്ലേ ഞാൻ കോട്ടയം സൂട്ടൊക്കെ ഇട്ട ചാവൂല. എന്താ ഇത് തൊട്ട ചാവായിട്ടൊക്കെ അപ്പോൾ പോലീസ് എത്തുണ്ടാവും. ഓ നമ്മളെ പിടിക്കാനും സമ്മതിക്കില്ല. പക്ഷെ അങ്ങനെ പോവാണെന്ന് അത് തന്നെ നമ്മൾ പോവും. നമുക്ക് തോക്കെടുക്കാം, ബാക്കിയൊക്കെ കൂട്ടിക്കോട്ടെ. അങ്ങനെ ഇത്രാമത്തെ തൊട്ടാണ്. ഓ വടിക്കുമ്പോൾ ലാഗാവുണ്ട് ഗൈസ്. അത് തന്നെ ഗൈസ്. യെസ് അങ്ങനെ മറി കിടന്നു നമ്മൾ. അമ്മേ അവിടെ വഴിയൊന്നും കാണില്ല, മാപ്പ് ഉണ്ടായിട്ട് മാത്രം ഞാൻ ഇവിടെ ഓടുന്നത്. ബാക്ക് പോയിടിക്കാണ്, ബാക്കിക്ക് പോയിടിക്കാൻ. അതാ രസം. എവിടെ രസം? എടാ എവിടെ നോക്കിയിട്ട് വണ്ടി എടുക്കണേ. എടാ പോലീസിനെ കാണില്ല, പക്ഷെ മാപ്പിലുണ്ട്. ഒതാ വരുന്നു അടുത്ത്. വെടി വെച്ചാൽ തീർക്കുക, അത്ര ഉള്ളൂ. ഒറ്റ മൈൻഡ്. ഓക്കെ അവനും പോയി. പിന്നെ ഞമ്മക്ക് തോക്കെടുക്കണ്ട. നമുക്ക് അതാ ഏതൊരു വഴി. കഴിഞ്ഞ പ്രാവശ്യം കുടുങ്ങിയ വഴിയൊന്നും അവിടെ തല്ലുണ്ടാക്കല്ലേ, തല്ലുണ്ടാക്കല്ലേ ഓണം ഇത് ഉണ്ടാക്കണേ. ഞങ്ങളുടെ തീരുമാനം എന്നാവട്ടെ. അല്ല നിങ്ങൾ തല്ലുണ്ടാക്കല്. പോലീസ് വണ്ടി അത്ര സ്പീഡും കൂടി ഇല്ല വണ്ടിക്ക്. എന്തോ വണ്ടിയാണ്, വണ്ടിയുടെ കാണാനും കൂടി ഇല്ല. എന്നിട്ടപ്പോൾ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യണോക്ക്. നമ്മൾ മസ്റ്റാങ്ക് എടുക്കാൻ കുറേ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമ്മളുടെ മസ്റ്റാങ്ക് എടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് വീഡിയോ കുറച്ച് ഓവറായിട്ടുണ്ട്, അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കുറേ നേരം കളിച്ചപ്പോൾ അങ്ങനെ സമയം പോയതാണില്ല. അപ്പോൾ അത് യൂട്യൂബിലിടാൻ ചെറിയ പാടുണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.